ഹലോ, എല്ലാവർക്കും അഗ്രിഗുരുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫോസ്ഫറസ് സൈക്കിളാണ്. സോയിൽ ന്യൂട്രിയൻസിൻ്റെ കേസിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ്റ് ആണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് എങ്ങനെയാണ് സോയിലിൽ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോസ്ഫറസിൽ ഏതൊക്കെ ഫോമാണ് സോയിലുള്ളതെന്ന് നോക്കാം. യൂഷ്വലി നമ്മൾ എല്ലാ ന്യൂട്രിയൻസും കാണുന്ന പോലെ തന്നെ ഒരു ഓർഗാനിക് ഫോമിലും ഇനോർഗാനിക് ഫോമിലും ഫോസ്ഫറസ് കാണാറുണ്ട്. ഇപ്പോൾ ഓർഗാനിക് ഫോംസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സോയിൽ ബയോമാസിൻ്റെ പാർട്ടായിട്ട് നമുക്കുള്ള അതിപ്പം എക്സ്ക്രീറ്റ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സോയിൽ മൈക്രോബ്സിൻ്റെ ബോഡിയിലുള്ളത്, അങ്ങനെ എസ്പെഷ്യലി സോയിൽ ഓർഗാനിസത്തിൻ്റെ ബയോമാസ് ആയിട്ട് നമുക്ക് ഫോസ്ഫറസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഇനോർഗാനിക് ഫോം എടുക്കുമ്പോൾ ഇനോർഗാനിക് ഫോമിൽ നമുക്ക് അതിൻ്റെ ഹൈ പി എച്ചും ലോ പി എച്ചും ഉള്ള സോയിൽ ഡിഫറെൻറ്റ് ഫോംസിലാണ് ആക്ച്വലി ഫോസ്ഫറസ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഇപ്പം ഹൈ പി എച്ച് ഉള്ള സോയിൽസിൽ, എസ്പെഷ്യലി കാൽക്കേരിയ സോയിൽ പോലത്തുള്ള സോയിൽസിലൊക്കെ ആണെങ്കിൽ ഫോസ്ഫറസ് യൂഷ്വലി കാൽഷ്യം ഫോസ്ഫേറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അതേ സമയത്ത് ലോ പി എച്ച് ഉള്ള സോയിൽസിൽ, ഹൈലി വെതേർഡ് ആയിട്ടുള്ള സോയിൽസ്, അതായത് നമ്മുടെ കേരള സോയിൽസ് പോലത്തുള്ള സോയിൽസിലൊക്കെ കൂടുതലായിട്ടും അയൺ ആൻഡ് അലൂമിനിയം ഓക്സൈഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അയൺ ആൻഡ് അലൂമിനിയം മിനറൽസ് ആയിട്ടായിരിക്കും കൂടുതലായിട്ടും പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഓരോ സോയിലിനനുസരിച്ചും ആക്ച്വലി അതിൻ്റെ യൂഷ്വലി ഈ കാൽഷ്യം ഫോസ്ഫേറ്റ്സ് ആയിട്ട് വരുന്ന കേസിൽ തന്നെ റെഡിലി അവൈലബിൾ ഫോമിലും അതുപോലെ തന്നെ കുറച്ച് സ്ലോലി അവൈലബിൾ ആയിട്ടുള്ള, വെരി സ്ലോലി അവൈലബിൾ ആയിട്ടുള്ള ഫോമിലും ആയിട്ടാണ് യൂഷ്വലി ഫോസ്ഫറസ് ഉള്ളത്. നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂഷ്വലി അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഫോസ്ഫേറ്റ് ഫോംസിലേക്കാണ് നമ്മൾ യൂഷ്വലി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ആസിഡ് സോയിൽസിൻ്റെ കേസ് വരുമ്പം പറഞ്ഞ പോലെ അയൺ ആൻഡ് അലൂമിനിയം ഓക്സൈഡ്സ് ആയിട്ടാണ് യൂഷ്വലി കാണുന്നത്. അതുപോലെ തന്നെ ചില ഫോസ്ഫേറ്റ്സിനെ ആ മിനറൽസിലായിരിക്കും ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മിനറൽസിൽ ഫിക്സ് ചെയ്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിലി അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പം അയൺ ആൻഡ് അലൂമിനിയം ഓക്സൈഡ്സിലുള്ളത് കമ്പാരിറ്റീവ്ലി കുറച്ച് ഫാസ്റ്ററായിട്ട് റിലീസ് ആവുമെങ്കിൽ ഇപ്പോൾ ക്ലേയിൽ റീറ്റെയിൻ ആയിരിക്കുന്നതും അതേപോലെ അയൺ ആൻഡ് അലൂമിനിയം ഓക്സൈഡ്സിൽ റീറ്റെയിൻ ആയിരിക്കുന്ന ഫോസ്ഫറസിനെ നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഫാസ്റ്ററായിട്ട് റിലീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അയൺ ആൻഡ് അലൂമിനിയം മിനറൽസിൽ ഒക്ലൂഡ് ആയിരിക്കുന്ന ഫോസ്ഫറസിനെ അത്ര ഫാസ്റ്ററായിട്ട് നമുക്ക് റിലീസായി കിട്ടത്തില്ല. അവർ കുറച്ചും കൂടെ ഫിക്സ്ഡ് ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സോയിലിലുള്ള ഫോസ്ഫറസിന് നമുക്ക് ഡീസോപ്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് മിനറൽസിൻ്റെ മുകളിലും ഒക്കെ ഇരിക്കുന്ന ഈ അല്ലെങ്കിൽ സോയിൽ സോളിഡ്സിലിരിക്കുന്ന ഇങ്ങനെയുള്ള ഈ സോയിൽ സോളിഡ്സിലിരിക്കുന്ന സോയിൽ ഫോസ്ഫറസിന് ഡീസോപ്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് സോയിൽ സൊല്യൂഷനിലേക്ക് എത്തും. അതുപോലെ തന്നെ ഹൈ പി എച്ച് ഉള്ള സോയിൽസിൻ്റെ കേസിലും റെഡിലി അവൈലബിൾ ആയിട്ടുള്ള റെഡിലി സോല്യൂബിൾ ആയിട്ടുള്ള കാൽഷ്യം ഫോസ്ഫേറ്റ് ഫോംസിലിരിക്കുന്നത് ഈസി ആയിട്ട് നമ്മുടെ സോയിൽ സൊല്യൂഷനിലേക്ക് എത്തും. ഈ സോയിൽ സൊല്യൂഷനിലുള്ളവർക്ക് ഇതേപോലെ തന്നെ അഡ്സോപ്ഷൻ സംഭവിച്ചിട്ട് ഇവരൊക്കെ വീണ്ടും നമ്മുടെ മിനറൽസിൻ്റെ പാർട്ടായിട്ടും അല്ലെങ്കിൽ സോയിലിൽ ഫിക്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയാണ് ഇവർ സോയിൽ സൊല്യൂഷനിലേക്ക് എത്തുന്നത്. ഇത് മിനറൽ അല്ലെങ്കിൽ നമ്മുടെ ഇനോർഗാനിക് ഫോസ്ഫറസിൻ്റെ കേസ്. ഇനി ഓർഗാനിക് ഫോസ്ഫറസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അത് സോയിൽ ഓർഗാനിക് മാറ്ററിൻ്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ സോയിൽ ഓർഗാനിസത്തിൻ്റെ ബയോമാസിൻ്റെ പാർട്ടായിട്ട് നമ്മുടെ സോയിലുള്ളതാണ്. ഇതിനകത്ത് ഫർദറായിട്ട് കുറേ ഇങ്ങനെയുള്ള പാർട്സ്, കുറേ ആക്റ്റീവ് ആയിട്ടുള്ള സോയിൽ ഓർഗാനിക് മാറ്ററിൻ്റെ ഭാഗമായിരിക്കും. കുറച്ച് പാസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലോ ആയിട്ടുള്ള സോയിൽ ഓർഗാനിക് മാറ്ററിൻ്റെ പാർട്ടായിരിക്കും. അത് കുറച്ചും കൂടി റിലീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഈ ആക്റ്റീവ് സോയിൽ ഓർഗാനിക് മാറ്ററിലുള്ളതാണ് ഈസി ആയിട്ട് നമ്മുടെ ബയോമാസിലേക്ക് വരുന്നതും. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സോയിൽ സൊല്യൂഷനിലേക്ക് വരും. സോയിൽ ബയോമാസിൻ്റെ പാർട്ടായിരുന്നിട്ട് സോയിൽ സൊല്യൂഷനിലേക്ക് വരുന്നതിനെ നമ്മൾ മിനറലൈസേഷൻ എന്നാണ് പറയുന്നത്. അതേ സമയത്ത് സോയിൽ സൊല്യൂഷൻ്റെ പാർട്ടായിട്ടിരുന്നിട്ട് പെട്ടെന്ന് അത് നമ്മുടെ സോയിൽ ബയോമാസിൻ്റെ പാർട്ടോ അല്ലെങ്കിൽ സോയിൽ ഓർഗാനിസംസ് ഒക്കെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഇമൊബിലൈസേഷൻ എന്നാണ്. ഇത് കൂടാതെ തന്നെ കുറച്ച് പാർട്ട് റൺ ഓഫ് ആയിട്ടും ഇറോഷൻ ആയിട്ടൊക്കെ ഈ സോയിലിൽ നിന്ന് ലൂസ് ആവുന്നുണ്ട്. ഈ ഒരു സൈക്കിളിൻ്റെ പ്രത്യേകത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനോർഗാനിക് ഉണ്ട്, ഓർഗാനിക് ഉണ്ട്. അതിൽ തന്നെ റെഡിലി അവൈലബിൾ ഫോംസും അത്ര റെഡിലി അവൈലബിൾ അല്ലാത്ത ഫോംസും ഒക്കെ ഉണ്ട് ഫോസ്ഫറസിൽ. ഓർഗാനിക്കിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ഈ അറ്റ്മോസ്ഫിയറിൽ ഈ ഫോസ്ഫറസ് സൈക്കിളിനൊരു റോളില്ല. അതായത് ഫോസ്ഫറസിൻ്റെ ഒരു പാർട്ടും നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നില്ല. കംപ്ലീറ്റ്ലി ടെറസ്ട്രിയൽ ആയിട്ട് മാത്രമേ ഇത് ഫോസ്ഫറസ് സൈക്കിൾ ചെയ്യുന്നുള്ളൂ, ഫോസ്ഫറസ് സൈക്കിൾ ചെയ്യുന്നുള്ളൂ. അതായത് കംപ്ലീറ്റ്ലി മണ്ണിൽ തന്നെയാണ് എല്ലാം നടക്കുന്നത്. മണ്ണ് ടു ഓർഗാനിസംസ് പോകുന്നു, ഓർഗാനിസംസിൽ നിന്ന് അത് ഓർഗാനിക് ഫോമിലെത്തിയിട്ട് അത് വീണ്ടും മണ്ണിലേക്ക് എത്തുന്നു, അത് പിന്നെ സോയിൽ സൊല്യൂഷനിൽ വരുന്നു, അവിടെ നിന്ന് കുറച്ച് ഇനോർഗാനിക് ഫോമിലേക്ക് ആകുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ നടക്കുന്നതല്ലാതെ ഇതിനൊരു അറ്റ്മോസ്ഫിയറിക് സൈക്കിൾ ഇല്ല. ഇതാണ് ഫോസ്ഫറസ് സൈക്കിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.